തിരുരക്തം ചൊരിഞ്ഞവനീ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത യേശു പുതുജീവൻ പകർന്നു. ശാശ്വത യേശു പുതുജീവൻ പകർന്നു. ആദ്യ മനുഷ്യനാൽ പാപവും, പാപത്താൽ രോഗവും, രോഗത്താൽ മരണവും ഭൂതലത്തിൽ വന്നു. നിത്യജീവന്റെ മൊഴി വ്യക്തി ജീവിതത്തിൽ വന്നപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുള്ള ബോധം അവനിൽ വെളിപ്പെട്ടു. അവൻ ക്രിസ്തുവിന്റെ മുഖം അന്വേഷിച്ചു. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. അതാർക്ക് സഹിച്ചില്ലെന്നറിയാമോ? സ്വത്രം പിശാചിന് സഹിച്ചില്ല. ദൈവമുഖം അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും പിശാച് അവനെ തകർക്കും. അതിനവനാകുന്നിടത്തോളം കളമൊരുക്കും. ഏതൊക്കെ വിധത്തിൽ ആരെ കൊണ്ടൊക്കെ എങ്ങനൊക്കെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തി വിശ്വാസ പോർക്കളത്തിൽ തള്ളിയിട്ട് തകർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കും. പക്ഷെ നിത്യജീവന്റെ വഴി വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾക്കൊരു രക്ഷകനുണ്ട്, ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഞങ്ങൾക്കൊരു കർത്താവുണ്ട്, ഞങ്ങളുടെ കഷ്ടങ്ങളിലേറ്റ അടുത്ത തുണയായി ഞങ്ങളെ താങ്ങുവാൻ യേശുവുണ്ട്. ഹല്ലേലൂയ പറഞ്ഞു പറ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ തകർക്കുവാൻ, ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ, ദൈവകോപം വരുത്തേണ്ടതിന് അവൻ ലോകമോഹങ്ങളെ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കുത്തിത്തിരുകി. ലോകത്തിന്റെ സകല സ്വഭാവങ്ങൾക്കും മനുഷ്യനെ അധീനനാക്കി അവൻ അടക്കി വാളു. സ്വത്രം. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോകത്തിൽ വിരഞ്ഞോടുന്ന ഭാവിയായ മനുഷ്യന്റെ പതനം കണ്ടിട്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 34 വരെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു നല്ല വാക്യമാണ്. സ്തോത്രം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ക്രിയ ചെയ്യും എന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം നിങ്ങൾ തന്നെ പരിശോധിക്കണം. ഇവിടെ നിന്ന് പോകുന്നത് ശൂന്യതയോടെ ആകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് പ്രതികൂലമാകാം. പക്ഷെ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ഞാൻ അനുകൂലമായി ഇരിക്കുന്നിടത്തോളം കാലം ഒരു സാഹചര്യങ്ങൾക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ തകർക്കുവാൻ ഒരു പിശാചിന്റെ കരത്ത് നിന്നെ ഏൽപ്പിക്കത്തില്ല. ഒരനർത്ഥവും വരുത്താൻ. സങ്കീർത്തനം 91:10-11 ഞാൻ നിന്നെ കാക്കും നിന്റെ എല്ലാ വഴികളിലും. സ്വത്രം. നമുക്ക് വായിക്കാം. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ മക്കളെ നിർത്തി വായിക്കണേ. ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കണം. ഒരു മനുഷ്യൻ എവിടേക്ക് പോയി? യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ. സ്വത്രം. ഒരു മനുഷ്യൻ സ്വത്രം വത്തിക്കുഴിയിൽ നിന്ന് പാറശാലയിലേക്ക് പോയി. പോകുന്ന വഴിയിൽ വായിച്ചു, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ഇവിടെ അങ്ങനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഈ പോകുന്ന വഴിയിൽ ഇവിടെ ഇല്ലാത്ത ഒരു കള്ളൻ അദ്ദേഹത്തെ കണ്ടു. സ്വത്രം. അദ്ദേഹത്തിന് തോന്നി, ഇവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ എന്നേക്കാൾ ബലവാനായത് കൊണ്ട് അവനിൽ നിന്ന് ആ പണം കവർന്നെടുക്കാൻ കഴിയത്തില്ല. സ്വത്രം. ഈ ഉപദേശിമാരെ എല്ലാവരും അടിക്കും, കൊല്ലും, വെട്ടും, ഇല്ലെങ്കിൽ ഓടിക്കും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവര് തിരിച്ചടിക്കത്തില്ല. എത്ര അടി എവിടുന്ന് വന്നാലും ചെള്ള കൊണ്ട് തടുക്കും, പുറം കൊണ്ട് തടുക്കും.
ചെള്ളയെ പുറവും നീര് പിടിച്ച് കഴിയുമ്പം കുനിഞ്ഞു നിന്നു കൊടുക്കും. നീര് പിടിക്കുമ്പം ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കണം. അപ്പാ, ഒരു തെറ്റും ചെയ്യാതെ ഇവൻ എന്നെ ഇങ്ങനെ ചെയ്തല്ലോ. എല്ലാം കഴിയുമ്പോ പറയും, ഇനിമേലും നിന്നെ ഇവിടെ കണ്ടുപോവരുത്. പിറ്റേ ആഴ്ച അവൻ അവിടെ വരുന്നതാണ്. എത്ര അടി കൊണ്ടാലും ഇവൻ എന്താ പോവാത്തത്? ഞങ്ങൾ ഒരുപാട് പേരെ തല്ലി ഓടിച്ചതാ. പക്ഷെ തല്ലിയവരും ഓടിച്ചവരും ഇന്നില്ല, തല്ലു കൊണ്ടവരും ഓടാതെ നിന്നവർ ഇന്നുണ്ട്. അല്ലല്ലേ പറയെങ്കിൽ പറ. സ്വത്രം. മാതാപിതാക്കളെ, കൂടപ്പുറപ്പുകളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഈ ദേശത്ത് വന്ന് യേശുവിനെ പ്രസംഗിച്ചപ്പോ അവർക്കെതിരെ നിന്നവരാരും ഇന്ന് ഭൂമിയുടെ മേളിലില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ദൈവ പുരോഹിതന്മാർക്കെതിരെ കരം നീട്ടി നിന്നെ വെച്ചേക്കത്തിൽ നിന്ന് ചവളക്കടിച്ചവരാരും ഇന്ന് ഭൂമിയിലില്ല. ഉള്ളവരെ ഭ്രാന്തന്മാരാ. സ്വത്രം. ഒരു നാണവും മാനവും ഇല്ലാതെ ഈ കറുത്ത പുസ്തകം എടുത്തോണ്ട് ഈ പിള്ളേരെയും കൂട്ടി ഇയാളും വന്നേക്കുക ഇനി ഞങ്ങളെ മാനസാന്തരപ്പെടുത്താൻ. സ്വത്രം. പാസ്റ്റേ, വെറുതെയാ. ഞങ്ങൾ മാനസാന്തരപ്പെടുമെന്നോ ഈ പ്രസംഗം ഞങ്ങൾ കേട്ടിട്ട് വന്നിരിക്കുമെന്നോ നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ചെയ്തോ. സ്വത്രം. ഈ പാവപ്പെട്ടവൻ പാറശാലയിൽ ചെല്ലുന്നതിന് മുമ്പ് ഒരുത്തൻ കയറി പിടിച്ചു, ഇട്ട് ചവിട്ടി. അവസാനം തളർന്നു വീണപ്പം പോക്കറ്റൊക്കെ തപ്പി നോക്കി, ഇച്ചിരി ചില്ലറ കിട്ടി. അത് എടുത്തിട്ട് കാനക്കുള്ളിട്ട് ഒറ്റ ചവിട്ട് കൊടുത്ത് ഓടയ്ക്കകത്ത് ചുരുണ്ടുകൂടി അവൻ വീണ് അവിടെ കിടന്നു. സ്വത്രം. കിട്ടിയവൻ അതും കൊണ്ട് രക്ഷപ്പെട്ടു പോയി. അവിടെ ചെന്ന് ബിവറേജിൽ കയറി ഒരു കുപ്പി വാങ്ങിച്ച് കുടിച്ചിട്ട് അപ്പുറത്തെ ഹൈവേ കൂടെ വന്നിട്ട് പറയടാ, ഇന്നൊരു ഗോള് കിട്ടി. സ്വത്രം. അതിന്റെ വാ ഷെയർ ഇടാം. സ്വത്രം. എന്റെ ദൈവമേ, ചത്ത് കിടന്ന അപ്പൂപ്പൻ വരെ കവിള് കുടിക്കാനായിട്ട് ചെന്നു. പക്ഷെ ഇതാരുടെ പണമാണെന്ന് അറിഞ്ഞില്ല, കുടിച്ചവനൊന്നും അറിഞ്ഞില്ല. സ്വത്രം. അവൻ അവിടെ ഓടെ കിടന്ന് വലിയ വായില് നിലവിളിക്കുക, എഴുന്നേക്കാൻ കഴിയുന്നില്ല. അത്ര പ്രഹരമായിരുന്നു ആ പാവപ്പെട്ടവന്റെ മേൽ കൊടുത്തത്. സ്വത്രം. നിലവിളിക്കാനല്ലാതെ അവന് മറ്റൊന്നിനും കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആ നിലവിളി കേട്ടുകൊണ്ട് സ്വത്രം 3 ചേട്ടന്മാര് വന്നു. സ്വത്രം. ആദ്യത്തെ ചേട്ടനാരാ? ആ വഴിയായി യാദൃച്ഛിയ ഒരു പുരോഹിതൻ വന്ന്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ചേട്ടൻ ആരാന്നറിയാമോ? വലിയൊരു പുരോഹിതനാ. സ്വത്രം. ഇവിടെ കിടന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുരോഹിതനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്വത്രം, അന്നേ നിന്നോട് പറഞ്ഞത് ഈ വഴി വരരുതെന്ന്. നീ കേട്ടില്ല, വന്നത് കിട്ടി, അനുഭവിച്ചോ. ഞങ്ങളൊരു ഹോസ്പിറ്റൽ പണിഞ്ഞിട്ടുണ്ട്, നിനക്കാകുമെങ്കിൽ അവിടെ പോ, അവിടെ കാശുണ്ടെങ്കിൽ നിനക്ക് മരുന്ന് ചെയ്യാം, നിനക്ക് സൗഖ്യമാകാം. അവിടെ പറഞ്ഞില്ല കേട്ടോ, ബൈബിളിൽ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പുരോഹിതനത് കണ്ടിട്ട് മുഖം തിരിച്ചു പോയി. ഇന്നും പല പുരോഹിതന്മാരും അങ്ങനെയാ. സ്തോത്രം. ആളിനെ നോക്കും, വണ്ടി നോക്കും, വീട് നോക്കും, സാഹചര്യങ്ങൾ നോക്കും, കുടുംബമാഹാത്മ്യം നോക്കും. എന്നിട്ടൊക്കെയാണ് പല പുരോഹിതന്മാരും പലരെയും വീട്ടിൽ വരുന്നതും പോകുന്നതും. പക്ഷെ ഒരു പണിയില്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന സമയമല്ല ഞങ്ങളെ പാവപ്പെട്ട വിശ്വാസത്തിന്റെ വീട്ടിലേക്ക് കയറി ഇറങ്ങി ഞാൻ. അതിന് പറയുന്ന ഒരു കാര്യമാണ് സ്വത്രം. അവൻ ഒരു പണിയില്ലാത്തോണ്ടാ. സ്വത്രം. അവൻ ഒരു പണിയില്ലാത്തോണ്ട് മാത്രമല്ല, പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വത്രം. പെണ്ണുപിള്ള കളഞ്ഞിട്ട് വന്ന് നടക്കുക. സുവിശേഷം പഠിച്ച ആൾ, നമുക്ക് ആ സുവിശേഷത്തിൽ ഒരു കാര്യം കാണും. എത്ര അപ്പോസ്തലന്മാര് പെണ്ണുപിള്ളമാരെ കൊണ്ട് വീട് വിസിറ്റിന് പോയെന്നറിയാമോ? തോമസ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞ അഭിഷക്തൻ കേരളക്കരയിൽ വന്നു എന്ന് പറയുന്നു. പെണ്ണുപിള്ള കൊണ്ടാണോ വന്നേ? ഉപദേശി പോലും ഉണ്ടായിരിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് കൂട്ടാളികളെ തന്നത് നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പങ്കിടാൻ. കരയുമ്പോ അച്ചയ്യ കരയുണ്ട്, അച്ചയ്യ വേദനപ്പെടുമ്പോൾ സാരമില്ല, സൗഖ്യമാകുമെന്ന് പറയും. അതിനാ കൂട്ടാളി തന്നല്ല, നാടുനീളെ കൊണ്ടുനടക്കാനല്ല. കൊണ്ടുനടക്കുന്നവരോർത്ത് കുറ്റം പറയല്ല കേട്ടോ. സ്വത്രം. സുവിശേഷത്തിൽ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ആൾക്കാരെ ഇറക്കാം. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുപോകാം, ഇഷ്ടമില്ലേ കൊണ്ടുപോകണ്ട. ഇനി ചില സഹോദരിമാരെ, പാസ്റ്റർമാരെ, ഭാര്യമാരെ
ഏതെങ്കിലും വീട്ടിൽ കൊടുഞ്ഞാൽ ആ പെറ്റി ആഴ്ച സഭയിൽ അടിയായിരിക്കും. ഇതിനൊക്കെ നല്ലത് ബുദ്ധിയോടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിയുള്ളവർ ആയിരിപ്പീൻ. ഇത് കണ്ടിട്ടും കേട്ടിട്ടും ആരും വേദനപ്പെടണ്ട കേട്ടോ. യേശു പഠിപ്പിച്ചത് അങ്ങ് ചെയ്താൽ മതി, ആരും നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. സ്വത്രം. പുരോഹിതൻ ആ വഴിക്ക് പോയി. സ്വത്രം. എനിക്ക് അവനെ നോക്കാനുള്ള സമയം. എനിക്ക് ഒരു വലിയ സഭയുണ്ട്, സഭയിൽ കുറേ വിശ്വാസികളുണ്ട്. ആ പോകുന്ന വഴിയിൽ ഒരു ബാർ ഉദ്ഘാടനം ചെയ്യാറുണ്ട്, ഒരു പലിശക്കട, ഒരു ബ്ലേഡ് കട ഉദ്ഘാടനം ചെയ്യാറുണ്ട്. മാത്രമല്ല തോമാച്ചായൻ വീട്ടിൽ അകത്ത് ഇന്ന് നല്ല വിഭവസമർത്ഥമായ ഊണൊരുക്കി വെച്ചിട്ടുണ്ട്. ഇവനെ താങ്ങാൻ നിന്ന അതും നടക്കത്തില്ല, ഇതും നടക്കത്തില്ല. ഒരല്ലേ പറയാമെങ്കിൽ പറ. അദ്ദേഹം അങ്ങ് പോയി. അദ്ദേഹത്തെ കുറ്റം പറയണ്ട, അദ്ദേഹം അത്ര തിരക്കുള്ള മനുഷ്യനാ, അതുകൊണ്ടാണ് അങ്ങ് പോയത്. അടുത്ത അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി. എന്റെ ദൈവമേ, ഒരു ലേവ്യനും അവിടെ വന്നു. സ്തോത്രം. ലേവ്യൻ വന്നിട്ട് എന്തോ ചെയ്തു മക്കളെ? അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഈ ഉറങ്ങുന്നവരുമുണ്ട്, ഉറക്കം നടിക്കുന്നവരുമുണ്ട്. ഉറങ്ങുന്നവനെ ഉണർത്താൻ, ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പറ്റത്തില്ല. ലേവ്യന് കണ്ടിട്ട് കരുണ തോന്നാതെ അവൻ മാറിക്കളഞ്ഞു. അടുത്തെന്താ കുഞ്ഞെ? ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി. പ്രൈസ് ദി ലോർഡ്. ഒരു ശമരിയക്കാരൻ, ഞാൻ ഇങ്ങനെ ചിന്തിക്കാം, പാവപ്പെട്ടവനായിരിക്കും, അതുകൊണ്ടായിരിക്കും നടന്നൊക്കെ വന്നത്. കാശുള്ളവനാണ് വണ്ടിയിലല്ലേ വരത്തുള്ളൂ. മാത്രമല്ല അത്യാവശ്യം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അത് ഇവിടെ നിന്ന് അവിടെ വരെ നടക്കത്തുള്ളൂ, പിന്നെ വണ്ടി പോകുന്നിടത്തേ പോകത്തുള്ളൂ. പക്ഷെ ശമരിയക്കാരൻ നടന്നാ വന്നത്. വന്നപ്പോ യവൻ കടന്ന് കരയുന്ന കേട്ടു. സ്വത്രം. അവനോട് ചോദിച്ചു, മോനെ എന്താ പറ്റടാ? ഒന്നും പറയണ്ട ചേട്ടായി, എന്നെ എടുത്ത് ആശുപത്രിയിൽ ഒന്ന് കൊണ്ടാക്കാമോ? എനിക്ക് പരിക്കണ്ട, എനിക്ക് ജീവിക്കണം. അവന്റെ ഉള്ളലിഞ്ഞു. അതിന്റെ കാരണം സ്വത്രം, അവന്റെ അകത്ത് ആരുണ്ടായിരുന്നറിയാമോ? യേശു ഉണ്ടായിരുന്നു. യേശു എന്ന് പറഞ്ഞ സ്നേഹം. സ്വത്രം. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടപ്പുറപ്പെ സഹോദരങ്ങളെ, നിങ്ങളുടെ അകത്തെ കൈപ്പെടുത്തു മാറ്റിയിട്ട് സഭ നോക്കാതെ, സംഘടന നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ നിന്റെ കൂടപ്പുറപ്പിന്, നിന്റെ അയൽവാസിയെയും കളങ്കമറ്റ മനസാക്ഷിയോടെ സ്നേഹിക്കാനാ യേശു പഠിപ്പിച്ചത്. നിനക്ക് 10 പുത്തനായപ്പം നിന്നെ ജനിപ്പിച്ച അപ്പനെയും അമ്മയും പോലും തള്ളിക്കളഞ്ഞിട്ട് നീ എന്തോ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം ന്യായവിധി അയക്കാതിരിക്കത്തില്ല. സ്വത്രം. അതുകൊണ്ട് നിന്റെ അപ്പനും അമ്മയ്ക്കും നീ ഒരു അനുഗ്രഹമായിരുന്നാൽ നിന്റെ വാർദ്ധക്യകാലത്ത് നിന്റെ കുഞ്ഞുങ്ങൾ നിനക്കൊരനുഗ്രഹമാകും. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, കാടളക്കി നടന്ന പലരും വഴിത്തലക്കിൽ എൻ്റെ അടുത്ത് വരെ കരനീട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരല്ലേ പറയാമോ? എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പുള്ള സഹോദരങ്ങളെ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അവൻ അഭ്യസിച്ച പാഠം മറക്കാതെ സ്വത്രം അവൻ അപ്പനെ അമ്മയെയും സ്നേഹിക്കും, ദൈവത്തെ ആരാധിക്കും. കാലചക്രങ്ങൾ എത്ര തിരിഞ്ഞു മറിഞ്ഞാലും ദൈവസ്നേഹം അകത്തുണ്ടെങ്കിൽ അവന്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. ദൈവസ്നേഹം അകത്തില്ലെങ്കിൽ, ദൈവകൃപ അകത്തില്ലെങ്കിൽ അമ്മയെ അറിയത്തില്ല, അപ്പനെ അറിയത്തില്ല, കൂടപ്പുറപ്പനെ അറിയത്തില്ല, പാസ്റ്ററെ അറിയത്തില്ല, കൂട്ടുവിശ്വാസിയെ അറിയത്തില്ല. എന്തിനു പറയുന്നു? സ്വന്തം കൂടപ്പുറപ്പിനെ പോലും കുത്തി വെട്ടി തകർത്തിട്ട് സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി അവൻ ലോകത്തിൽ വിരഞ്ഞു ഓടും. എന്നാൽ ഈ വന്ന മനുഷ്യൻ വീണ് കിടക്കുന്നവനെ താങ്ങിയെടുത്തു. ഞാനിങ്ങനെ ചെളിക്കകത്താ കിടക്കുന്നത്, മുറിവേറ്റ കിടക്കുന്നത്. എടുത്തപ്പോൾ ആ രക്തത്തിന്റെ കറ സ്വത്രം നോക്ക്, അവന്റെ ശരീരത്തിൽ മുഴുവനും പറ്റി, ചെളി മുഴുവനും പറ്റി. അവനത് നോക്കിയില്ല. കാരണം എങ്ങനെയും ഈ അർത്ഥപ്രാണനായി കിടക്കുന്നവനെ രക്ഷിക്കണം എന്നുള്ളൊരു ഒറ്റ ചിന്ത അവനുണ്ടായിരുന്നുള്ളൂ. അതിനെ കാരണം അവന്റെ അകത്ത് ആരുണ്ടായിരുന്നറിയാമോ? യേശു ഉണ്ടായിരുന്നു. കർത്താവിന്റെ സ്നേഹമുണ്ടായിരുന്നു. പൊക്കിയെടുത്ത് വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. സ്വത്രം. എന്തു ചെയ്തു? വേണ്ടുന്ന ചികിത്സ ചെയ്തു. സ്വത്രം. എൻ്റെ ഈ മിക്സർ വർക്ക് ചെയ്യുന്ന ഒരു മോൻ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ്
ഓട്ടോയും എടുത്തുകൊണ്ട് പാറശാലയിൽ കൂടെ വരുന്ന സമയത്ത് ഒരു അമ്മച്ചിയെ വണ്ടി ഇടിച്ചു. ആരും എടുക്കാനില്ല. ഇടിച്ച വണ്ടി കളഞ്ഞിട്ട് പോയി. അവസാനം ഈ പാവപ്പെട്ട മോന്റെ വണ്ടിക്കകത്ത് പിടിച്ചു കയറ്റി നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. സ്തോത്രം. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ കൊണ്ട് കഴിയുന്നല്ല അവൻ ചെയ്തിട്ട് അവൻ അവിടുന്ന് പിറ്റേന്ന് കാണാൻ ഫോൺ കോള്, നിന്നെ പോലീസ് തിരയുന്നുണ്ട്, നീയാണ് ഇതിനെല്ലാം കാരണക്കാരൻ. സ്തോത്രം. ആ കുഞ്ഞ് പേടിച്ചു പറിച്ചപ്പോ ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട മോനെ, നീ ചെയ്തൊരു നല്ല കാര്യമാണ്. അത്രയും പേര് കൂടി നിന്ന് വീഡിയോ എടുത്തപ്പം നിന്റെ വണ്ടിക്കകത്ത് നീ അവനെ കൊണ്ടുപോകാൻ ദൈവം നിനക്കൊരു അവസരം നൽകി. നീ ഒരു അനുഗ്രഹമാണ് മക്കളെ. എടാ, ഇപ്പൊ നീ ഒരു കാര്യം ചെയ്ത് കേട്ടോ, ആ വണ്ടിക്കകത്തൊരു ജീവനെയാണ് നീ രക്ഷിച്ചത്. സഹോദര, കുഞ്ഞെ, കൂടപ്പുറപ്പേ, ഛേദമില്ലാത്തൊരു ഉപകാരം നാം ചെയ്താലുണ്ടല്ലോ, അതിന്റെ പിൻപിൽ വരുന്ന അനുഗ്രഹം ചെറുതൊന്നും അല്ലെന്ന് തിരിച്ചറിയാൻ ശ്രമിക്ക്. കർത്താവ് ചോദിച്ച്, പിന്നെ കുരുടന്റെ അടുത്ത് ചോദിച്ച്, നീ ഏത് പള്ളിക്കാരനാ, ഞാൻ സൗഖ്യമാക്കാം, അങ്ങനെയാണോ ചോദിച്ചത്? രക്തസ്രാവം ബാധിച്ച സഹോദരി, സ്വത്രം, യേശുവിന്റെ വസ്ത്രത്തിന് തുമ്പി തൊട്ടപ്പോ യേശു കർത്താവ്, സ്വത്രം, പോ സാത്താൻ എന്ന് പറഞ്ഞോ? സ്വത്രം. എന്താ പറയാഞ്ഞത്? സ്വത്രം. ഒത്തിരി പേര് യേശുവിനെ തക്കുന്നുണ്ട്, തിരക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാരും തെക്കിയതും തിരക്കിയതും പോലെ അല്ല ഈ സഹോദരി തിക്കിയത്. ആവശ്യഭാരത്തോടെയാ. അവൾക്ക് വേണമായിരുന്നു സൗഖ്യം. കാരണം കുറെ കള്ള വൈദ്യന്മാര് മരുന്ന് പറഞ്ഞു ആ പാവപ്പെട്ടവളുടെ സകല പണവും അടിച്ചു മാറ്റി. ഷുഗറുള്ള സഹോദരങ്ങളെ, പ്രഷറുള്ള സഹോദരങ്ങളെ, അതുപോലെ മറ്റ് പല രോഗങ്ങളുള്ള സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം പറയുന്ന ഇങ്ങനെ, നിന്റെ കൈകളുടെ അധ്വാന ഫലം ഡോക്ടർമാര് തിന്നുമെന്നല്ല കേട്ടോ. അയ്യോ, എന്നെ എല്ലാരും തുറിച്ചു നോക്കുന്നു. സ്വത്രം. മോളെ, സങ്കീർത്തനം 128 ആ 2-ാം വാക്യം ഒന്ന് വായിക്കും മക്കളെ. സ്വത്രം. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. ഇത് ഞാനല്ല പറഞ്ഞത്. ആരാ പറഞ്ഞത്? ദൈവത്തിന്റെ വചനം പറയുക. പിന്നെ നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. സ്വത്രം. സ്വത്രം. നിനക്ക് നന്മ വരും. നന്മ പോകുമെന്നല്ല. ദൈവത്തിന്റെ സന്നിധി നീ കൊടുക്കുന്ന സ്തോത്രത്തിലുണ്ടല്ലോ സ്വർഗത്തോളം വിലയുണ്ട് കുഞ്ഞെ. ദൈവനാമ മഹത്വത്തിനു വേണ്ടി നീ ചിലവിടുന്ന 1 രൂപയുണ്ടല്ലോ 100 മടങ്ങായി സ്വർഗം തിരികെ തരും. ദൈവനാമ മഹത്വത്തിനു വേണ്ടി നിന്റെ കൂടപ്പുറപ്പിനെ കൂടെ നീ പള്ളിയിൽ കൊണ്ടുവന്നുണ്ടല്ലോ, നിന്റെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. ദൈവനാമ മഹത്വത്തിനു വേണ്ടി നീ ഒരു ആരാധന ഇപ്പൊ പങ്കെടുത്ത് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് അരിശാവസ്ഥ മാറും. ഇത് മാറരുത്. നീ എന്നും കുന്നും ഇങ്ങനെ കടന്ന് തകരണം, ഇങ്ങനെ കടന്ന് നശിക്കണം. പള്ളി വിട്ട് നീ പുറത്ത് പോവരുത്. പള്ളിക്കകത്ത് കടന്ന് നഷ്ടം തിരിയണം. ഇത് പെന്തിക്കോസ് പള്ളിയിലായാലും ഏത് പള്ളിയിലായാലും ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അവർക്ക് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കത്തൂല. സൗഖ്യം പ്രാപിക്കാൻ അവർ പോയാൽ പിന്നെ പള്ളി കയറ്റത്തൂല. ഇതാണ് യേശു പഠിപ്പിച്ച സുവിശേഷം. സ്വത്രം. മുഖം നോക്കാതെ, സ്വത്രം, സഭ നോക്കാതെ ആഗ്രഹിക്കുന്നവനെ അനുഗ്രഹിക്കാനാ പറഞ്ഞത്. സ്വത്രം. ആഗ്രഹിക്കുന്നവനെ അനുഗ്രഹിക്കാനാ പറഞ്ഞത്. ഒരു ചേട്ടായി കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, അയാള് ഏത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വിശ്വാസിയാ, ഏത് പാസ്റ്ററാ, ഏത് സഭയുടെ പാസ്റ്ററാ? ഈ പറഞ്ഞവന് അസംബ്ലീസ് ഗോഡെന്ന് പറയാൻ ഒരു യോഗ്യത ഇല്ലാത്തവനാ. അസംബ്ലീസ് ഗോഡിലാണ് പോകുന്നത്, പക്ഷെ ഒരു യോഗ്യതയില്ല. കാരണം അവന്റെ രജിസ്ട്രേഷൻ എന്നെ എടുത്തു കളഞ്ഞല്ലോ ദിവസനെ. റൈറ്റ് സ്നേഹിത, എന്തിനാ നിന്നെ കൊണ്ട് കഴിയത്തില്ല മറ്റുള്ളവനെ കുറ്റം വിധിക്കാൻ നടക്കുന്നത്? അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, അവന്റെ അകത്തു നിന്ന് കർത്താവ് ഇറങ്ങിപ്പോയിട്ട് കാലങ്ങളായി. ഇപ്പൊ അവന് കൂടപ്പുറപ്പിനെ തിരിച്ചറിയത്തില്ല, ദൈവദാസനെ തിരിച്ചറിയത്തില്ല, ദൈവമക്കളെ തിരിച്ചറിയത്തില്ല. ഇങ്ങനെ കുറെ വ്യായുക്കൾ നമ്മുടെ ഇടയിലുണ്ട് ദൈവനാമം ദുഷിപ്പിക്കപ്പെടാനായിട്ട്. അക്കൂട്ടത്തിൽ എന്റെ കൂടപ്പുറപ്പുള്ള നിങ്ങളാവല്ലേ. നിങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടും. അതാർക്കും എടുത്തു കളയാൻ കഴിയാത്തതുപോലെ സ്വർഗം സ്ഥാപകനായി നിന്റെ അകത്ത് വെളിപ്പെടും. സ്വത്രം. ഓക്കെ, അധികം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വത്രം, ഞാൻ മടങ്ങി വരുമ്പോ തരാം. നിന്നെയും എന്നെയും കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നമ്മളെ
പുണ്യാഹ രക്തം കൊണ്ട് വീണ്ടെടുത്ത് ഭൂതലത്തിൽ കഷ്ടപ്പെടുന്നവന്റെ കണ്ണുനിറയ്ക്കാൻ ആക്കി വെച്ചിട്ട് കർത്താവ് പറഞ്ഞു, പോകുവിൻ, ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ. സ്വത്രം. പോകുന്നിടത്ത് അവരാരെങ്കിലും നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ നിന്റെ കാലിലെ പൊടി മണ്ണുണ്ടല്ലോ തട്ടിട്ട് നീ പോയിരുന്നേക്കണം, ബാക്കി ഞാൻ ചെയ്തോളാം. കർത്താവ് അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. സ്വത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂടപ്പറപ്പുകളെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിവിധ സഭകളിൽ പോകുന്ന ആൾക്കാരാണ്. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. കാരണം ഈ ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമുണ്ടല്ലോ, അത് മുഴുവത്തേക്കാൾ വലിയതാ. പക്ഷെ ആ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഹൃദയ ആലോചന, ദൈവത്തിന്റെ വചനം എന്താണെന്ന് തിരിച്ചറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. ഞാനെന്ന ഭാവത്തോടെ ദൈവസനി ചെന്നിരുന്നാൽ യൂദയ്ക്ക് പറ്റും, നിനക്കും പറ്റും. ഓക്കെ, ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. യേശു കർത്താവ് മടങ്ങി വരാൻ കാലമായി. ഈ ഭൂതലത്തിൽ നീ അനുഭവിച്ച വേദനകൾക്ക്, അനുഭവിച്ച നിന്ദകൾക്ക്, പരിഹാസങ്ങൾക്ക്, ഒറ്റപ്പെടലുകൾക്ക് നിനക്ക് മറുപടി തരുവാൻ യേശു വരാൻ കാലമായി. നീ അത് ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് നിനക്കെതിരെ വിരൽ ചൂണ്ടിയവനെ സ്വർഗം കൈകാര്യം ചെയ്തത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. സ്വത്രം. അത് മേളിലെങ്ങും അല്ല സഹോദരങ്ങളെ. കുറെ പേര് പറയുന്നുണ്ട്, ഇവിടെ ഒന്നുമില്ലല്ലോ, മേളിലല്ലേ എല്ലാം, അത് ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളാം. അല്ല കുഞ്ഞെ, വചനം വായിക്കണേ. ശരീരത്തിലിരുന്ന് ചെയ്തതിന് ശരീരത്തിൽ തന്നെ കിട്ടും. സ്വത്രം. ഞാൻ അനുഭവിച്ചതാ, ഞാൻ പലപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാ. സ്വത്രം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിടന്നില്ല. ഹല്ലേലൂയ പറയാമോ? സ്വത്രം. അപ്പൊ കിടക്കുന്നെങ്കിൽ വലിയ കുഴപ്പം പ്രാപിച്ച, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച നീ കിടക്കുന്നെങ്കിൽ കുഴപ്പം മറ്റാരിലും കയ്യിലല്ല. നമ്മൾ പറയും, അവള് ചെയ്തതുകൊണ്ടാ, അവര് വിളിച്ചു നേർന്നുകൊണ്ടാ, ഇവരത് ചെയ്തതുകൊണ്ടാ. അല്ല കുഞ്ഞു, നിന്റെ പ്രവൃത്തി കൊണ്ടാ. ഒരല്ലേ കൂടെ പറഞ്ഞു, ഞാൻ നിർത്തുക. സ്വത്രം. നോക്ക്, മടങ്ങി വരാമെന്ന് പറഞ്ഞ യേശു വരാൻ കാലമായി. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ വ്യക്തമായി അതിനെ തെളിവ് സഹിതം പറഞ്ഞു. സ്വത്രം. ഈ രാത്രിയിൽ എനിക്കിന്ന് കൂടെ പറയാനുള്ളത്, നമ്മുടെ പേരെന്തുവാ? നമ്മുടെ പേരെന്തുവാ? വിശ്വാസി. നമുക്കില്ലാത്തത് എന്തുവാ? വിശ്വാസം. എന്തുകൊണ്ടാ ഇല്ലാത്തത്? പിശാചിനെ ഭയപ്പെടുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വാസിയെ, നീ പിശാചിനെ അല്ല പേടിക്കേണ്ടത്, ദൈവത്തെ പേടിക്കണം. പിശാച് നിന്നെ ഒന്നും ചെയ്യത്തില്ല. യേശുവിന്റെ നാമത്തിൽ മാറ് പിശാചെന്ന് നീ പറഞ്ഞാൽ മതി. നിന്റെ വിദ്യാഭ്യാസം ഒന്നും വേണ്ട. അതിന് നീ നിന്റെ നാവ് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ മാറ് പിശാചെ, യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിൽ കൊണ്ട് രോഗത്തെ എടുത്ത് മാറ്റി പിശാചെ. പോവോ സലമാമേ? പോവോ? പോവും. ആർക്കും ചെയ്യാൻ കഴിയാത്തത് കരയുന്നവന്റെ കണ്ണുനീരുടെ കർത്താവ് ചെയ്യുമെന്നേ. സ്വത്രം. കർത്താവിനെ കഴിയാത്ത ഒന്നുമില്ല. ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇരിപ്പുണ്ട്, തന്റെ കുഞ്ഞിന്റെ ജീവിതം അവതാളത്തിലായി പോയല്ലോ എന്നോർത്ത് കരഞ്ഞപ്പോ സ്വത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ പൊന്നച്ചായ സ്വർഗം അച്ചാനൂടി ഇറങ്ങി വരാൻ പോവുക. തന്റെ കുഞ്ഞിന് ഒരു ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാതെ താൻ കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കട്ടെ അച്ചായ, സ്വർഗം തലമുറയ്ക്ക് വേണ്ടി കരുതുക. സ്വത്രം. ആ അച്ചായനോട് ഇരിപ്പുണ്ട്. സ്വത്രം. ആ അച്ചായൻ പിറ്റേ ആഴ്ച വന്നിട്ട് പറഞ്ഞൊരു കാരണം, എന്റെ പൊന്നു പാസ്റ്ററേ, എന്റെ കുഞ്ഞിന് വേണ്ടതെല്ലാം ദൈവം തന്നു. അല്ലെങ്കിൽ പറയെങ്കിൽ പറ. സ്വത്രം. കുഞ്ഞെ, ഇത് പണം ഉണ്ടാക്കുന്ന മാർഗമല്ല കേട്ടോ, ഇത് കീശ വീർപ്പിക്കുന്ന മാർഗമല്ല, യേശുവിനെ ഉയർത്തുന്ന മാർഗമാ. ആ യേശുവിനെ നീ ഉയർത്തിയാൽ യേശു നിന്നെ ഉയർത്തും. ഒരല്ലേ പറയെങ്കിൽ പറഞ്ഞോ, യേശുവിനെ നീ ഉയർത്തിയാൽ നിന്നെ യേശു ഉയർത്തും. അതിനെ ഞാനെന്ന ഈ പന്ന സ്വഭാവം കളയണം. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ, ഈ പുസ്തകം ഞാൻ ചുമതുകൊണ്ട് മാത്രമാ, അല്ലാതെ എന്റെ അപ്പന്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല. സ്വത്രം. ഏതൊക്കെ കളരിയുണ്ടോ ആ കളരി എല്ലാം പഠിച്ചിട്ട് എന്റെ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ എന്റെ കൈയുടെ ബലം കുറയുന്നവരെ നിന്നെ ഒന്നും ആശ്രയിക്കത്തില്ല. പക്ഷെ അപ്പന്റെ കളരിക്കോ അപ്പന്റെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഇല്ലെങ്കിൽ അപ്പനെ പൊക്കിക്കൊണ്ട് നടന്ന ഒരൊറ്റ മനുഷ്യർക്കും വീണ് കിടന്നപ്പോ ഒന്ന് കടന്നു നോക്കാൻ പോലും മനസ്സുണ്ടായില്ല. സ്വത്രം.
നിൽക്കുന്നുവെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ കുഞ്ഞെ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോണേ. എൻ്റെ അപ്പൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരാതെ നിങ്ങൾ നോയിക്കോണേ. ഇത് പറയുമ്പോൾ ഞാനും അതിനകത്തൊരു ഭാഗമാണെന്ന് ഞാനും മനസ്സിലാക്കിയിട്ടാ പറയുന്നത്. നാം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. തിരിച്ചറിയാൻ ശ്രമിക്കുക. നിന്റെ കഴിവ് കൊണ്ടോ, നിന്റെ പണത്തിന്റെ ബാഹുല്യത കൊണ്ടോ, നിന്റെ കുടുംബക്കാരുടെ ശ്രേഷ്ഠത കൊണ്ടോ, നീ ഇന്നലെ എന്തൊക്കെ ചെയ്യുന്നു വീമ്പളക്കിയത് കൊണ്ടോ ഒരിക്കലും നിന്റെ വാർദ്ധക്യകാലം സുഖമായിരിക്കണമെന്നില്ല. പക്ഷേ മഹത്വം ദൈവത്തിന് കൊടുത്താൽ നിന്റെ വാർദ്ധക്യകാലം സുഖമായിരിക്കും, ശുഭമായിരിക്കും. നിനക്ക് നടക്കാൻ കഴിയാത്ത കാലത്ത് നിന്റെ കൊച്ചുമകൻ നിന്റെ കഴുത്തിൽ പിടിച്ചു നടക്കാം. നിനക്ക് കഴിപ്പാൻ കഴിയത്തില്ലെന്ന് നിന്റെ മക്കൾ നിനക്ക് കൊണ്ടുതന്ന് തിന്നപ്പച്ചാന്ന് പറയും. ഡോക്ടർ പറഞ്ഞു ഗോതമ്പേ കഴിക്കാവൂ, ഓട്സേ കഴിക്കാവൂ. ഇപ്പൊ കുടലുണങ്ങി ഇപ്പൊ ഒന്നും തിന്നാൻ വയ്യാത്ത അവസ്ഥയായി. അപ്പൊ ഡോക്ടർ പറയാ ആ ഗുളിയും ഈ ഗുളിയും മറ്റേ ഗുളിയും മറിച്ചേ ഗുളിയും എല്ലാം കഴിക്കും. ഇപ്പൊ ഗുളിക കഴിച്ച് തിന്നാൻ വയറുമില്ല, വായെല്ലാം പൊട്ടി. ഇപ്പൊ പറയുന്നൊരു കാര്യം, പാസ്റ്ററേ പ്രാർത്ഥിക്കണേ, എന്റെ കുഞ്ഞെ എത്ര നാളുകൊണ്ട് നീ ബൈബിൾ ചുമക്കുന്നു, അതിനകത്തെ എഴുതിയിരിക്കുന്ന ഒന്ന് തുറന്നു വായിച്ചിരുന്നെങ്കിൽ ഈ അവസാന കാലത്ത് പാസ്റ്ററെ വിളിക്കണമായിരുന്നോ? അവസാന കാലത്ത് ദൈവത്തെ വിളിക്കണം. അവസാന കാലം ദൈവത്തെ വിളിക്കു കുഞ്ഞെ. പാസ്റ്റർക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഇനി പാസ്റ്റർ നിന്നെ രക്ഷിക്കണമെങ്കിൽ നീ ദൈവത്തെ വിളിക്കണം. അപ്പൊ പാസ്റ്റർ പറയും ദൈവമേ ആ കുഞ്ഞിനെ നീ രക്ഷിക്കണേന്ന്. അപ്പൊ ദൈവം കേൾക്കും. സ്വത്രം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ദൈവം പറയുന്നത് നീ കേട്ടാൽ നീ പറയും ദൈവം കേൾക്കും. സ്വത്രം. വ്യക്തമായി പറയട്ടെ, സ്വത്രം എന്താ പറഞ്ഞത്? വിശ്വാസിയായ നാം ഇപ്പോഴെന്തായിരിക്കണം? ദൈവത്തിന് മഹത്വമുള്ളവരായിരുന്നാൽ വാർദ്ധക്യകാലം 58:12 പറയുന്നത് എന്താ മക്കളെ? നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. Praise the Lord. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. മക്കളെ, സഹോദര, കൂടപ്പുറപ്പേ, കുറെ വർഷങ്ങളായി നിന്റെ തലമുറയോർത്ത് നീ കരഞ്ഞു. എന്റെ കുഞ്ഞിനൊരു കിടക്കാടമില്ല, എന്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതമായിട്ടില്ല, എന്റെ കുഞ്ഞിന് നല്ല ജോലി കിട്ടിയിട്ടില്ല, എന്റെ കൂട്ടാളി രോഗത്തിന്റെ അവസ്ഥയില്ല, ഞാൻ എന്ത് ചെയ്യേണ്ടു ദൈവമേ? എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ എന്റെ കരത്തിൽ പൈസ ഇല്ല. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണ്ടു? എനിക്കൊന്നിനും കഴിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നോക്കി നിലവിളിച്ചവന്റെ സന്തതി എരന്നു നടക്കുമെന്നല്ല. ഇച്ചിരി എരിവൊക്കെ കൂടുന്നുണ്ട്. ദൈവത്തെ വിളിച്ചവന്റെ സന്തതിയെ ദേശക്കാട് മുമ്പിൽ കടം ചോദിച്ച് കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ള നാട് വിട്ടുപോയി ആത്മഹത്യ ചെയ്യത്തില്ലെന്ന്. ഇന്നിത്തിരി കഷ്ടമാണെങ്കിലും, ഇന്നിത്തിരി വേദനയാണെങ്കിലും, ഇന്നിച്ചിരി ദുഃഖമാണെങ്കിലും ദുരിതമാണെങ്കിലും സ്വർഗം അത് എടുത്തു മാറ്റും. അപ്പന്റെ ആഗ്രഹത്തെ തന്റെ സന്തതി പൂർത്തീകരിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശു പറയുന്നത് അപ്പന്റെ ആഗ്രഹത്തെ മകൻ പൂർത്തീകരിക്കും. കേട് തീർക്കുന്നവനും പാതകളെ യഥാസ്ഥാനമാക്കുന്നവനൊന്നും ഞാൻ നിനക്ക് പേർ പറയാം. ആർക്ക്? അപ്പന്. കാരണം അപ്പന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും, എടാ ആ പയ്യൻ ഏതാടാ? അതെ, ഇന്നാളിന്റെ മോന. ഇത്രയും വളർന്നു. എടാ, അവൻ ഓടിക്കുന്ന വണ്ടി സാധാരണ വണ്ടിയല്ലല്ലോ. പണ്ട് ഇതിലേക്കൂടെ നടക്കാൻ ചെരുപ്പ് പോലും ഇല്ലാതെ വെച്ച് നടന്ന് അങ്ങാരും മോൻ ഇത്ര ഉയരത്തിലെത്തിയല്ലോ. അപ്പോഴാ ഒരു കൊച്ചു മോൻ അവിടെ നിന്നോട് പറഞ്ഞ്, അതേ ആ അപ്പച്ചനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മാതാവേ, പിതാവേ, കൂടപ്പിറപ്പേ, ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും കിട്ടുന്ന സമയം വേർതിരിച്ച് 24 മണിക്കൂറും കർത്താവ് പറയുന്നില്ല, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് സങ്കടം ബോധിപ്പിച്ച് കഴിഞ്ഞ ദാവീദിനെ പോലെ ഉച്ചയ്ക്ക് നീ കരയണ്ട. രാത്രിയുടെ യാമങ്ങളിലും പകലുകളിലും ദൈവമുഖത്തേക്ക് നോക്കി നിന്റെ കുഞ്ഞിനെ ഓർത്ത്, നിന്റെ കൂട്ടാളി ഓർത്ത്, നിന്റെ കൂടപ്പിറപ്പിനെ ഓർത്ത്, ദൈവം നിനക്ക് തന്ന നന്മയോർത്ത് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നടത്തിയ വിധങ്ങളും കരുതിയ നന്മകളും ഓർത്ത് വിശുദ്ധ കരമുയർത്തി ഒരു നന്ദി പറയാൻ തയ്യാറായി നോക്ക്. നിന്റെ കലവറ ശൂന്യമാകത്തില്ല. നിന്റെ സന്തതി മൂലം നീ അനുഗ്രഹിക്കപ്പെടും. നിനക്ക് നേടാൻ കഴിയാത്തത്, നിനക്ക് കണ്ടെത്താൻ കഴിയാത്തത് നിന്റെ സന്തതി കണ്ടെത്തി നിന്റെ കരുത്തിൽ കൊണ്ടുതരും. നിന്റെ സന്തതി ഒരു അനുഗ്രഹമാണ്. നിന്നിലൂടെ പേർ പറയപ്പെടും. Praise the Lord.
അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവപ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. കള്ളടിച്ച് കഞ്ചാവടിച്ച് ഓടയിൽ കടന്ന് നാട്ടുകാരെ ആട്ടും തുപ്പും കേട്ട് റോഡേ പോകുന്നതിനും വരുന്നവനും ഒക്കെ മോന്തക്കിട്ട് ചാമ്പിയിട്ട് പോകുന്ന നിലവാരത്തിൽ എത്താതെ സ്വത്രം എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ ദൈവകരത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് ഇഷ്ടം ആരാഞ്ഞറിഞ്ഞ് ദൈവസനിൽ നിൽക്കണം. അങ്ങനെ നിന്നാൽ ലോകം കുറ്റം പറയും, പക്ഷെ ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. ഒരല്ലേ പറ സ്വത്രം. ഞാൻ നിർത്തുക. സ്വത്രം. എഫെസ്യർ 6-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. പാസ്റ്റേ പറയാൻ നല്ലതാ. എന്റെ അപ്പൻ എന്നോട് ചെയ്തെന്നു പാസ്റ്റർക്ക് അറിയാമോ? എന്റെ അമ്മ എന്നോട് ചെയ്തെന്ന് പാസ്റ്റർക്ക് അറിയാമോ? മോനെ എനിക്കറിയത്തില്ലടാ. അതുകൊണ്ടാണ് ഞാൻ അവരെ നോക്കാത്തത്. എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ പറയും, നീ നോക്കണ്ട മോനെ, അവസാനം നിന്നെ ആരും നോക്കത്തില്ല. ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്ന കാര്യമാണ്. ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾ തകർന്നു പോകാനല്ല നിങ്ങളെ ശാസിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എരന്നു നടക്കാനല്ല ശാസിക്കുന്നത്. അവർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ഉയർത്താനാണ്. സ്വത്രം. അവർക്ക് ആശ്വാസമായി നിങ്ങൾ മാറേണ്ടതിന് അപ്പനും അമ്മയും നിങ്ങളെ ഉപദേശിക്കും. ചിലപ്പോഴും ദേഷ്യം വരുമ്പോൾ ഒന്ന് തല്ലിയെന്ന് വരും. പക്ഷെ അത് ശിരസാൽ വഹിച്ച് എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, അവരെനിക്ക് ആഹാരം തരാൻ കഴിവുണ്ടെങ്കിൽ അവർക്ക് എന്നെ ശിക്ഷിക്കാനും വകയുണ്ടെന്നുള്ള ബോധം അതുണ്ടാവണമെങ്കിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അങ്ങനെ അഭ്യസിപ്പിക്കുന്ന ഒരേ ഒരു മാർഗമാണ് സുവിശേഷത്തിന്റെ മാർഗം, യേശുവിന്റെ മാർഗം. അതാ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. സ്വത്രം. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നെങ്കിൽ എൻ്റെ കൂടപ്പുറപ്പുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എൻ്റെ കൂടപ്പുറപ്പായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടപ്പുറപ്പായിരിക്കണം. ഒരു പക്ഷേ കോപമകത്ത് വരാം, ദേഷ്യമകത്ത് വരാം, പക്ഷെ ഓർക്കണം, അവൻ എൻ്റെ കൂടപ്പുറപ്പാ. എനിക്ക് വരുന്നത് പോലെയാണ് അവനും വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അവനേക്കാൾ കോപിക്കല്ല വേണ്ടത്, പകരം ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ യേശു പറഞ്ഞെങ്കിൽ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. സ്വത്രം. കടിക്കാൻ വരുന്ന പട്ടിയുടെ നേരെ നിന്നാൽ അതെന്ത് ചെയ്യുമെന്നറിയാമോ? അത് കടിക്കത്തില്ല. ഓടിയാലോ എന്ത് ചെയ്യും? അത് ഓടിച്ചിട്ട് കടിക്കും. സ്വന്തം. കുത്താൻ വരുന്ന ആനയെ കണ്ടിട്ട് ഓടിയാ ആന എന്ത് ചെയ്യും? ഓടിച്ചിട്ട് കുത്തും. പക്ഷേ ആനയുടെ മുമ്പിൽ ആനയെന്ന് പറഞ്ഞ് നിന്ന് നോക്ക്, ആന ഒന്ന് എന്നേക്കാൾ വലിയ വില്ലനോ. തമാശ അല്ല പറഞ്ഞു, ഉള്ള കാര്യമാണ്. നമ്മൾ ഈ ഇത്രയും വലിയ ആനയെ പാപ്പ കൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? പാപ്പാൻ ആ കാലിൻ്റെ അത്ര, ആനയുടെ കാലിൻ്റെ അത്ര പോലും ഇല്ല. അവൻ്റെ കയ്യിൽ കിങ്ങിണി വടിയുണ്ട്, ഇങ്ങനെ വളച്ച് പിടിച്ചോണ്ടാക്കുന്നത്. അതാണ് അവൻ്റെ ബലം. അത് കണ്ട് ഈ വലിയ ആന പേടിക്കണമെങ്കിൽ ധൈര്യത്തോടെ അതിനെ നയിക്കാൻ അവന് കഴിവുള്ളത് കൊണ്ടാ. അവന് ഭയമില്ല. സ്വത്രം. നോക്ക്, നമുക്കൊന്ന് വായിക്കാം. സ്വത്രം. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം ദൈവസന്നിധിയിൽ നിൽപ്പാൻ നീ തയ്യാറായാൽ നീ എന്തായിത്തീരുമെന്ന് അറിയാമോ? ദേശത്തൊരു അനുഗ്രഹമാകും, നിന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമാകും, നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹമാകും, നിന്റെ കൂട്ടാളിക്കൊരു അനുഗ്രഹമാകും. നിന്നെ കാണുന്നവരെല്ലാം ഇവനും അബ്രഹാമിന്റെ സന്തതി എന്ന് പറയും. കുറ്റം പറയുന്നവർ ഒരുപാട് പേരുണ്ട്. അതല്ല കേൾക്കേണ്ടത്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു അത് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത് കേട്ടങ്ങ് പ്രാർത്ഥിക്കാം നമുക്ക്. സങ്കീർത്തനം 128:1 പറഞ്ഞു മക്കളെ. പോൾ പാസ്റ്റേ ഭയപ്പെടാനല്ല പറഞ്ഞത്. സ്വത്രം. ഞങ്ങളുടെ സീനിയർ പാസ്റ്റേ ഭയപ്പെടാനല്ല പറഞ്ഞത്. സ്വത്രം. ഞങ്ങളുടെ ചർച്ചിലെ ഗുണ്ടയായിട്ട് നടക്കുന്ന ആദർശിനെ ഭയപ്പെടാനല്ല പറഞ്ഞത്. സ്വത്രം. പിന്നെ ആരെ ഭയപ്പെടാനാ പറഞ്ഞത്? ഇവരാരും ഒന്നും ചെയ്യത്തില്ലെന്നേ, അവർക്കാർക്കൊന്നും ചെയ്യാനും കഴിയത്തില്ലെന്നേ. ചെയ്യാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ആ എന്റെ കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചാൽ
സ്തോത്രം. പിന്നെ ഒരു തായ്വേര് പോലും ശേഷിക്കത്തില്ല. അതുപോലെ അങ്ങ് പ്രവർത്തിക്കും ദൈവം. സ്തോത്രം. വായിച്ചോ. അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ ഭാഗ്യവാനായവൻ പട്ടിണി കിടക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിനക്ക് നന്മ പോകും എന്നല്ല, നന്മ വരും. അതുകൊണ്ട് ഭയപ്പെടേണ്ട. മോനെ കൈവച്ചോണേ. ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭയക്കുന്നവനെ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന സഹോദര സഹോദരി കുഞ്ഞേ, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം തന്റെ കരത്തിൽ നിന്നെ താങ്ങും. അടുത്ത, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്തിരിക്കും, അയൽക്കൂട്ടത്തിൽ പോകത്തില്ലെന്ന്. കൊച്ചുങ്ങളെയും കുടുംബത്തെയും നോക്കി, ആടിനെയും കോഴിയെയും ആടിനെയും നോക്കി വീട്ടിയിരിക്കും. ഉള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുമെന്ന്. അയൽക്കൂട്ടത്തിൽ പോകുന്നതിനെ കുറ്റം പറയല്ല കേട്ടോ. ജോലി കിട്ടിയാൽ പോണം. ജോലിക്ക് പോകുന്നത് നല്ലതാ. കാരണം വീട്ടിലെ ബുദ്ധിമുട്ട് അത്രയും കൂടെ മാറിക്കിട്ടും. പക്ഷെ ദൈവത്തെ മറന്നാവരുത്. ആരാധനയുള്ള സമയത്ത് ആരാധനയ്ക്ക് പോകണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിക്കണം. എന്നിട്ട് പോകണം ജോലിക്ക്. അല്ലെങ്കിൽ പോകുന്ന വഴി വല്ല മുള്ളും കൊണ്ട് കാല് സെപ്റ്റിക്കായിട്ട് അവസാനം 1, 2, 3 നടക്കേണ്ടി. വായിച്ചോ മക്കളെ, തീർത്ത. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. മക്കളൊക്കെ മേശയ്ക്ക് ചുറ്റും ചൊറിയണമാ. അപ്പനെന്ന് പറഞ്ഞ മക്കൾ 2 പറയും. മക്കൾ 2 പറഞ്ഞ അമ്മ 4 പറയും. ചുരുക്കം പറയും, സ്വസ്ഥതയുള്ള ഭവനങ്ങൾ ഇന്ന് വളരെ കുറവാ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അച്ചായൻ പറയും, എന്റെ പൊന്നു പാസ്റ്റേ, മക്കളില്ലാതിരുന്നപ്പോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പ്രാർത്ഥിച്ച് 3 മക്കളെ കിട്ടി, ഇപ്പൊ സ്വസ്ഥതയില്ല പാസ്റ്റേ. പ്രാർത്ഥിച്ച് മക്കളെ തന്ന ദൈവത്തിന് നീ എന്തോ കൊടുത്ത്? 3 എണ്ണത്തെ കിട്ടി, 1 എണ്ണത്തിനെങ്കിലും ദൈവത്തിന് പറയാനുള്ള വളർത്തിക്കൂടായിരുന്നോ? എഞ്ചിനീയറാക്കാൻ വിട്ട്, ഡോക്ടറാക്കാൻ വിട്ട്, കളക്ടറാക്കാൻ വിട്ട്, MLA ആക്കാൻ വിട്ട്, MP ആക്കാൻ വിട്ട്. നല്ലതല്ലേ? നമ്മുടെ ഭവനത്തിനകത്ത് ഒരു MP ഉണ്ട്, ഒരു MLA ഉണ്ടെന്ന് പറയാൻ നല്ലതല്ലേ? അല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? പക്ഷെ അവൻ അങ്ങനെ ആയിരിക്കണം, കോണപ്പെട്ടവനായിരിക്കണം. എന്ന് പറയാൻ ദൈവത്തെ ആരാധിക്കുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനും ദൈവത്തോട് കൂടെ വസിക്കുന്നവനും ആവണം. അങ്ങനെയെങ്കിൽ അപ്പൻ തലയിൽ കൈവച്ച് മക്കളെ ഓർത്ത് കരയേണ്ടി വരത്തില്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പൻ ദൈവത്തെ ഭയപ്പെട്ടാൽ, അമ്മ ദൈവത്തോട് കൂടെ വസിപ്പാൻ ശ്രമിച്ചാൽ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഇരിക്കും. അതും കള്ളുകട ഇരിക്കത്തില്ല, കഞ്ചാവ് കട ഇരിക്കത്തില്ല, ഹൈവേയുടെ സൈഡിൽ വന്നിരിക്കത്തില്ല, അതുപോലെ തോട്ടി കിടക്കത്തില്ല, റോട്ടിൽ കിടക്കത്തില്ല. കാരണം അവനറിയാം, എന്നെ കാത്തിരിക്കുന്ന അമ്മയുണ്ട്, അപ്പനുണ്ട്, ഞാൻ ചെല്ലാൻ നോക്കിയിരിക്കുന്ന എന്റെ കൂടെ പറഞ്ഞ പെങ്ങളുണ്ട്. മാത്രമല്ല, ഞായറാഴ്ച കണ്ടില്ലെങ്കിൽ പാസ്റ്റ് തിരക്കി വീട്ടിൽ വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്റെ വീട്ടിലും പോകണം, നാട്ടിലും പോകണം, പള്ളിയിലും പോകണം. അതാ ദൈവത്തെ ഭയപ്പെടുന്ന അപ്പന്റെ മക്കൾ. ഇപ്പൊ അപ്പനും ദൈവത്തെ വേണ്ട, മക്കൾക്കും ദൈവത്തെ വേണ്ട, സ്വന്തം അമ്മയ്ക്ക് ദൈവത്തെ വേണ്ട. എന്താ പിന്നെ വേണ്ടത്? മൊബൈൽ, സീരിയല്, സ്വത്രം. പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല, പോട്ടെ. സ്വത്രം, അയൽക്കൂട്ടം, സ്വത്രം. വീട്ടിലിരിക്കാൻ സമയമില്ല. മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പം വിശന്ന് പ്രാവോറി വരുന്ന കുഞ്ഞിനൊരു നേരത്തെ ആഹാരം എടുത്തു കൊടുക്കാൻ വീടിനകത്ത് അമ്മ ഇല്ലാതെ പോകുന്നുണ്ട്. അയൽവക്കത്തെ ചേട്ടൻ ചോക്ലേറ്റ് മുട്ടായി കാണിക്കും, മോൻ അങ്ങോട്ട് പോവാ, മോൾ ഇങ്ങോട്ട് പോവുക. എന്നിട്ട് പറയുക, അയ്യോ പാസ്റ്റേ പ്രാർത്ഥിക്കണം. എവിടെ കേൾക്കാൻ ദൈവം? എവിടെ കേൾക്കാൻ? ദൈവം കേൾക്കത്തില്ലെന്നേ. ദൈവം നീതിമാന്റെ പ്രാർത്ഥന കേൾക്കല്ല, പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നത്. എന്തുകൊണ്ടാ പാപിയുടെ പ്രാർത്ഥന? അപ്പൊ നീതിമാന്റെ പ്രാർത്ഥന കേൾക്കത്തില്ലേ? കർത്താവ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഒരു നീതിമാൻ വചനത്തിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദുഷ്ടനെ പോലെ അല്ല, ഈ കള്ളനെ പോലെ അല്ല, ഈ കുരുടനെ പോലെ അല്ല, ഞാൻ നീതിമാൻ എല്ലാത്തിനും ദശാംശം കൊടുക്കുന്നുണ്ട്.
കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ അറിയുന്നു പോലുമില്ല. ആ പാവപ്പെട്ട പറഞ്ഞു, ദൈവമേ നിന്റെ മുഖത്തോട്ട് പോലും നോക്കാൻ എനിക്കൊരു യോഗ്യതയുമില്ല ദൈവമേ, എന്നെ നീ മറന്നു കളയല്ലേ. ഇന്ന് രാത്രികാലം കണ്ണുകൾ അടച്ചാട്ടെ. സ്വത്രം ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയും. ദൈവത്തെ അനുസരിക്കുന്ന ഏത് കുഞ്ഞുണ്ടോ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വരും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യം പഠിച്ചാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാമേ, നീ ഒരനുഗ്രഹമാ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ ചാരത്തും ദൂരത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, നിങ്ങൾ യേശുവിന്റെ മക്കളാകെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കും. എങ്ങനെയാ യേശുവിന്റെ മക്കളാവുന്നേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് വെള്ളത്താൽ സ്നാനമേറ്റ് സ്വന്തം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവത്തിന് മഹത്വമുള്ളവനാ ജീവിച്ചാൽ നീ നരകത്തിൽ പോകത്തില്ല. ഇവിടെ നരക ജീവിതം അനുഭവിക്കേണ്ടി വരത്തില്ല. നിത്യ സന്തോഷത്തോടെ നിത്യത ചെന്നു ചേരും. ഈ ഭൂമിയുടെ മുകൾ പരപ്പിൽ നീ ജീവനോടെ ഇരിക്കുന്ന കാലത്ത് യേശു വരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് ഇരിക്കുന്ന ലേവലിൽ തന്നെ പറന്ന് മേലോട്ട് പോകും. അതെല്ലാം മരിച്ചു മൺമറഞ്ഞെങ്കിൽ കാഹളം കേൾക്കുമ്പോൾ രൂപാന്തരം പ്രാപിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, മരിച്ചവർ അക്ഷര ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ഇരിക്കുന്നവർ വാനമേഘത്തിലേക്ക് പറന്നു പോകും. അങ്ങനെയെങ്കിൽ ഞാനും പോകും എന്റെ പ്രിയനോടൊപ്പം. എന്റെ കർത്താവ് വരാൻ കാലം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 10 മിനിറ്റ് കൂടി. എന്റെ കർത്താവ് വരാൻ കാലമായി. കർത്താവിന്റെ മഹത്വം അത് വെളിപ്പെടാൻ സമയമായി. സ്വത്രം ആകയാൽ അവന്റെ മഹത്വപ്രചരണം നമുക്ക് ഒരുങ്ങാം. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ നമുക്ക് കർത്താവിനെ വരവേൽക്കാം. അവന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടട്ടെ. വിട്ടോ
സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എത്ര വലിയ രോഗമാണ്, വിശ്വാസത്തോടെ ഈ രാത്രി ദൈവം എന്നെ സൗഖ്യമാക്കിയതിനായി നന്ദി എന്ന് പറയാം. വിശ്വാസത്തോടെ ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് പറയുവാൻ നന്ദിയുള്ളവരായി വിശ്വാസത്തെ ഏറ്റെടുത്ത് ഒരാമേ പറയാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഒരത്ഭുതം ഇപ്പൊ കാണാം. വിളക്കുവട്ടത്തെ അല്ല നോക്കേണ്ടത്, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരല്ല നോക്കേണ്ടത്. സൗഖ്യമായവർ വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്. യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ സൗഖ്യമാക്കി. പരിശുദ്ധനെ, നല്ല കർത്താവേ, ഈ ഗ്രൗണ്ടിലും പരിസരത്തുമായിരിക്കുന്ന ഹൃദയം നുറങ്ങി നാളുകളായി രോഗം പേറിയ ശരീരവുമായി മെഡിസിൻ കഴിച്ചിട്ടും സൗഖ്യം കിട്ടാതെ, മാനസികമായി ശാരീരികമായി ഇനി എനിക്കൊരു വിടുതലില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ ഭവനത്തിലും ഗ്രൗണ്ടിലുമായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വർഗത്തിൽ അങ്ങ് കാണുന്നുണ്ട്. കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ പുണ്യാഹ രക്തം വിശ്വസിച്ചവിടെ മേൽ ഇന്ന് രാത്രികാലം ഒഴുകട്ടെ. വിശ്വസിച്ചവിടെ മേൽ ഈ രാത്രികാലം ഒഴുകട്ടെ. വിശ്വസിച്ചവിടെ മേൽ ഈ രാത്രികാലം ഒന്ന് ഒഴുകട്ടെ. വിശ്വാസത്തോടെ സൗഖ്യമെടുത്താട്ടെ, വിശ്വാസത്തോടെ സൗഖ്യമെടുത്താട്ടെ. കരമടിച്ച് യെസ് 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 യെസ്. ചുമ്മാതെയല്ല കേട്ടോ, ചുമ്മാതെയല്ല. അത്ഭുതം നടന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട്, നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാമേ പറ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, അവൻ പായുന്നു. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, സൗഖ്യം നിന്റെ മേൽ വന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, സൗഖ്യം നിന്നിൽ വന്നു. ആ രോഗം നിങ്ങളെ വിട്ട് പോയതിന് രാമേ പറ. സ്വപ്നം നിങ്ങൾ ആ പറഞ്ഞ ആമേനകത്ത് നിങ്ങളുടെ അവിശ്വാസം നിർമ്മിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ആമേനകത്ത് നിങ്ങളുടെ അവിശ്വാസം നിഴലിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സൗഖ്യം കിട്ടിയതിനായി ഇരുന്നവൻ ചാടി എഴുന്നേറ്റ ദൈവത്തെ സ്തുതിച്ചത്, അല്ല മുടന്തിയല്ല എഴുന്നേറ്റത്. കിടക്കെടുക്കാൻ പറഞ്ഞു 38 വർഷം കിടന്നവൻ ചാടി എഴുന്നേറ്റ് കിടക്കെടുത്തോണ്ട് നമ്മളെ പറഞ്ഞ ഹല്ലേലൂയയില് കർത്താവ് മോനെ ഇത്രയും നേരം പ്രസംഗിച്ചത് അവരെ കേട്ടിട്ട് മാർക്കിട്ടടാ മക്കളെ. ചിലർ ഏറ്റെടുത്തിട്ടുണ്ട്, അവർക്ക് സൗഖ്യം ഞാൻ കൊടുത്തിട്ടുണ്ടാ മോനെ, സന്തോഷത്തോടെ പോടാന്ന്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 3 ദിവസം ഞങ്ങളോട് ചേർന്ന് ഈ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽപ്പാൻ സ്വർഗം നിങ്ങളെ സഹായിച്ചല്ലോ. വീണ്ടും ഞങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കുകൂടി പറഞ്ഞ് പ്രാർത്ഥിച്ചു.